ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രസംഗിക്കണേ? ചെമ്മാട് ഭാഗത്ത് ഒരു സ്ത്രീ പ്രസവിച്ചു ഒരു കുട്ടിയെ. ആ കുട്ടി ആണോ പെണ്ണോ എന്ന് ശരിക്ക് തിരിയാത്തൊരവസ്ഥ. ആർക്കും വിഷമുണ്ടാവൂലേ? ഉണ്ടാകാൻ താല്പര്യം ഉണ്ടാവും. ഭാര്യ ഗർഭിണിയായാൽ വിശേഷമുണ്ട്, സന്തോഷമുണ്ട്, ഒക്കെ റെഡിയാ. പക്ഷെ ആ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞ് അതിനൊരു കാലില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ണില്ലെങ്കിൽ, എന്തെങ്കിലും കോർണറുണ്ടായാൽ അപകടമായി. അതുകൊണ്ടാണ് ഗർഭകാലത്ത് ശ്രദ്ധിക്കണം, മര്യാദകൾ പാലിക്കണം. ഇതൊക്കെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രസവിക്കപ്പെട്ടൊരു കുട്ടി ആണോ പെണ്ണോ എന്ന് ശരിക്ക് തിരിയാത്തൊരവസ്ഥയിലായാൽ ശൈഖുന മടവൂർ തങ്ങളെ ഹദറത്തിലെത്തി ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറയാ. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഒരു ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവിൽ ഭംഗിയായ അവസ്ഥയിൽ അതിനെ മാറ്റിക്കൊടുത്തു. അവിടുത്തെ വാക്ക്. എന്നിട്ട് വൈലത്തൂർ തങ്ങൾ പറയാ, ആണിനെ പെണ്ണാക്കലും പെണ്ണിനെ ആണാക്കലും സിമ്പിൾ ആണ് അവിടെ. വെരി സിമ്പിൾ. അതെല്ലാം അവിടെ ഒരു പ്രശ്നമില്ല. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ആണാണോ വേണ്ടത് മാഫി മുഷ്കിൽ, പെണ്ണാണോ വേണ്ടത് മാഫി മുഷ്കിൽ, എന്ത് വേണല്ലോ ആക്കി തരും. ആര്? CM മടവൂർ എന്ന് പറയുന്ന ഇവരുടെ ഔലിയ. ഇത് ആരാണ് പറയുന്നത്? വൈലത്തൂർ തങ്ങളാണ്. നന്നായി, നല്ല ആളാണ് പറഞ്ഞേക്കണത്, വിശ്വസിക്കാം. ഇവിടെ പറഞ്ഞത് ആണാണോ പെണ്ണാണോ എന്നറിയാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടു. അങ്ങനെ CM മടവൂരിനോട് പറഞ്ഞപ്പോ അത് ആണാണോ പെണ്ണാണോ വേണ്ടതാക്കി എന്നാ പറഞ്ഞത്. ആണാണോ ആക്കിയത് പെണ്ണാണോ ആക്കിയത്? ഇത് ഒരു അത്ഭുതമല്ലേ, ഒരു കറാമത്തല്ലേ? അങ്ങനെ ഒരു കറാമത്ത് അവിടെ നടക്കുമ്പോ അത് ആണാണോ ആയത് പെണ്ണാണോ ആയത് എന്നുള്ളത് അറിയണ്ടേ? എന്തേ അത് വൈലത്തൂർ തങ്ങൾ അത് വ്യക്തമാക്കി പറയാതിരുന്നത്? അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അത് എന്താണെന്നുള്ളത് പറയുമായിരുന്നു. പിന്നെ അബ്ദുസമ്മദ് അൻവരി എന്ന ഈ കുരുവട്ടൂരി മുസ്ലിയാര് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഗർഭകാലത്ത് ശ്രദ്ധിക്കാതെ ഇരുന്നാല് കൈയില്ലാണ്ടിയും കണ്ണില്ലാണ്ടിയും മൂക്കില്ലാണ്ടിയും ഒക്കെ വരുന്ന പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ വരും. അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒക്കെ. ഇവിടെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ അവര് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു കുഞ്ഞ് പിറക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഖാലിക്കായ അള്ളയാണ് അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ CM മടവൂർ എന്ന് പറയുന്ന ഈ കോഴിക്കോട് അങ്ങാടിക്കടുത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അങ്ങേർക്ക് ഇത് ഏത് വേണമെങ്കിലും ആക്കി മാറ്റാൻ കഴിയുന്ന ആ ഒരു കാര്യം അള്ളാഹുവിനേക്കാൾ വലിയ ഒരു കാര്യമല്ലേ ഇപ്പൊ മൂപ്പര് ചെയ്തു എന്ന് ഈ ചെങ്ങായി പറയണത്. പ്രിയമുള്ളവരെ, അള്ളാഹുവാണ് അത് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ മഖ്ലൂക്കിന് ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാറ്റാൻ ആർക്കും കഴിയില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ദുആ ചെയ്താല് ആയുസ് കൂടി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അള്ളാഹു മാറ്റിത്തരും, അത്രേ ഉള്ളൂ. ഇവിടെ CM മടവൂര് ദുആ ചെയ്തിക്കൊന്നല്ലോ. CM മടവൂര് എന്ത് ചെയ്തിരിക്കണ? അങ്ങോട്ട് മാറ്റിയിക്കാണ്. അങ്ങോട്ട് മാറ്റിന്നാ പറഞ്ഞത്. അങ്ങനെ മാറ്റാന് CM മടവൂരിന് ആരാണ് കഴിവ് കൊടുത്തത്? ആരാണ് പവർ കൊടുത്തത്? അള്ളയാണെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇതാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഒരു പാവം മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യന് മാനസിക രോഗമായിരുന്നു എന്നുള്ളതാണ് എന്റെ അറിവ്. ഇവർ പ്രചരിപ്പിക്കപ്പെടുന്നതും ഇവർ എഴുതി വെച്ചിട്ടുള്ളതും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അന്നത്തെ ആളുകള് അത് ചോദ്യം ചെയ്തിരുന്നില്ല, ഭയമായിരുന്നു. ഇതുപോലെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഔലിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് അതിനെ മിണ്ടാതെ അംഗീകരിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ പല മാനസിക രോഗികളും ഔലിയാക്കളായി മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഇടയ്ക്ക് തഴവയിലുള്ള ഒരു ഉവൈസ്, മുഹമ്മദ് ഉവൈസ് എന്ന് പറയുന്ന ഒരു അസരി, അദ്ദേഹം ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ആ പറഞ്ഞത് പിടുത്തം വിട്ട് പോകും. ഇത് കാലം വേറെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പിടുത്തം വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മാനസിക രോഗമാണ് എന്ന് പറയാമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ അദ്ദേഹം വീണ്ടും മജ്ലിസിൽ ഇരുന്നു കൊണ്ട് മൈക്കയും വെച്ചുകൊണ്ട് യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയേ. അതും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യമുള്ളത് കൊണ്ടാണ് കാറ് കൊടുക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും എനിക്ക് കാറ് വേണമെങ്കിലും ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക്. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ. ഭയങ്കര നല്ല ബറക്കത്തുള്ള വണ്ടിയാണ്.
വറക്കത്തുള്ള വണ്ടിയാണ് മൂപ്പര് ഉപയോഗിച്ചിരുന്ന വണ്ടി വിൽക്കുകയാണെന്നാ പറഞ്ഞത്. കാര്യം എന്താണെന്നറിയോ, ഇതിന് മാനസിക രോഗമൊന്നുമില്ല. ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മൂപ്പർക്ക് വേറൊരു സാധു ഒരു ഇന്നോവ കൊടുത്തിട്ടുണ്ട്. ആ മൂപ്പര് ഉപയോഗിച്ചിരുന്ന ചെറിയ വണ്ടി അത് വിറ്റൊഴിവാക്കുക എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ മാനസിക രോഗമൊന്നുമല്ല. ഇനി കേൾക്കാം. ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജ്‌ലിസ് നടത്തിയിട്ടുള്ള വണ്ടിയാ, ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ. മജ്‌ലിസും നടത്തിയിട്ടുണ്ട്, അത് മാത്രല്ല സിയാറത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വണ്ടിയുടെ പോരിശ. ഇനി പറയൂ ഉസ്താദെ. ഒരുപാട് മഹാന്മാരുടെ ചാരത്ത് പോയ വണ്ടിയാ, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ 50,000 കിലോമീറ്റർ അള്ളാഹുടെ ദീനിന് വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ. അദ്ദേഹം കുറെ പ്രസംഗത്തിനൊക്കെ വേണ്ടിയിട്ട് ആ വണ്ടി ഓടിയിട്ടുണ്ട്. അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് 50,000 കിലോമീറ്റർ ഓടിക്കണമെന്ന് പറഞ്ഞ്. അപ്പോ അത്യാവശ്യം ഇഞ്ചൻ പണിക്കായിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത്. ദീൻ ഉപയോഗിച്ചതിന്റെ ഒരു ബർക്കത്തുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ, ഞാനത് കൊടുക്കുകയാണ്. അത് കൊടുക്കാനുള്ള നിർദ്ദേശം എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ പേരിൽ ആ വണ്ടി കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കാണ്. ഏതായാലും ആയിക്കോട്ടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളിയും, വിൽക്കുകയാണെങ്കിൽ വിറ്റോളിയും, അതൊന്നും വിഷയമല്ല. ഉസ്താദന്മാരുടെ നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞത് ഏതായാലും റസൂലുള്ളാന്റെയും ഖാജ പാപ്പാന്റെയും അതുപോലെ മറ്റു ഔലിയാക്കന്മാരുടെ ഒന്നും നിർദ്ദേശമല്ല, ഉസ്താദന്മാരുടെ എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അതിനിപ്പോ ഹയാത്തിലുള്ളതാണോ മരിച്ചു പോയതാണോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. എന്തായാലും ഉസ്താദന്മാരെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, അടുത്തത് പറയൂ. വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോ. എന്റെ 70 34 90 23 എന്റെ നമ്പർ, അതിൽ വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ കണ്ടോ, വൈഫിന്റെ നമ്പരാ. 70 34 90 23 95. അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ അയക്കണം. പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല. എല്ലാരും ഇന്ന് തന്നെ അയക്കണേ, ഒരാഴ്ചക്കുള്ളിൽ അയക്കണം. വണ്ടി വാങ്ങാനുള്ള നമ്പർ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് രണ്ടാമത് പറഞ്ഞ നമ്പർ വൈഫിന്റെ നമ്പർ എന്നൊക്കെ പറയുന്നത് കേട്ട് എന്താവട്ടെ, ഞാൻ ഏതായാലും ആ നമ്പർക്കൊന്നും വിളിക്കണില്ല. എനിക്ക് ഇങ്ങോട്ട് വരുന്ന കോൾ എന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ പഠിപ്പിക്കുവാനും തിരുത്തുവാനും വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നിപ്പോ ഏതായാലും വൈകിട്ട് 7 മണിക്ക് ഇൻഷാല്ലാ 7 മണി അല്ലെങ്കിൽ 7:30 മണി ഒരു കോൾ റെക്കോർഡ് ഇന്ന് പുറത്തു വിടാനുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്നെ തിരുത്തുവാൻ വേണ്ടി വിളിച്ച ഒരു ഉസ്താദിന്റെ വോയിസ് ആണ്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ. അപ്പോ ഇവിടെ ഇദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞപ്പോ മാനസിക രോഗമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, അത് ഇന്നോവയാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നോവ കിട്ടിയത് കൊണ്ട് ചെറുവണ്ടി വിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പേ അദ്ദേഹം ചികിത്സയിലായിരുന്നു, മരുന്ന് കുടിക്കുന്നുണ്ട്, മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള വീഡിയോ ആണിത്. അപ്പൊ അദ്ദേഹത്തിന് മാനസിക രോഗമാണെങ്കിൽ ആരാണ് ഈ മജ്‌ലിസ് തുറന്നു കൊടുക്കുന്നത്? അപ്പൊ ഇതുപോലെയുള്ള ആളുകള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഒരു കുറച്ചു കാലം കൂടി കഴിഞ്ഞാല്, ഇന്ന് ഹയാത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയാൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇദ്ദേഹം ഒരു 10 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ കഴിഞ്ഞാൽ ഒരു വലിയായി കേരളത്തിൽ എവിടെയെങ്കിലും പൊന്തുമായിരുന്നു. അപ്പോ അത് സംഭവിക്കാതിരിക്കാനുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള പ്രബോധകർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ അന്നേക്കും ഉണ്ടാകും. അല്ലെങ്കിൽ ഇവര് മാത്രം ഹയാത്തിൽ ഉണ്ടാവണം. ഈ സോഷ്യൽ മീഡിയ യുഗമൊക്കെ കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലുള്ളതൊക്കെ നശിച്ചു പോകുന്നൊരു കാലഘട്ടം വന്നാലേ ഇനി അത് വലിയായിട്ട് ഇവിടെ ഉത്ഭവിക്കുള്ളൂ എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും അന്ന് കുട്ടി ആണാണോ പെണ്ണാണോ, ആണും പെണ്ണും അല്ലാത്തതാണോ, അതൊക്കെ തീരുമാനമാക്കുവാന് CM അടവൂരിന് കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുൻപൊരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അന്ന് പാവം സുഖമില്ലാത്ത ആളല്ലേ, ഈ എന്തിനാ അത് കൊടുത്തിട്ട് ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ച ആളുകളോട് പറയാനുള്ളത് ഇത് വീണ്ടും ഇന്ന് കാണിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ആവല് എന്നുള്ള ഒരു കാര്യം അറിയിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.